ഹലോ ഡിസൈനേഴ്സ്. മെക്കേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സർക്കിൾ. അപ്പോൾ സർക്കിളിലെ ഒരു ഡ്രോപ്പ് ഡൗൺ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് അപ്പൊ ഇതിനകത്ത് കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർക്കിൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് ആദ്യം എന്താ കൊടുക്കാം? റേഡിയസ് സെന്റേർഡ് സർക്കിൾ ഉണ്ട്, ഡയമീറ്റർ സെന്റേർഡ് സർക്കിൾ ഉണ്ട്. ഇപ്പോ റേഡിയസ് സെന്റർ സർക്കിൾ എന്തായിരിക്കും? നമ്മളൊരു സർക്കിള് റേഡിയസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ സർക്കിള് വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വരയ്ക്കുന്ന വീണ്ടും ഒരു സർക്കിൾ വരച്ചു, അതെന്താ? ഡയമീറ്റർ യൂസ് ചെയ്ത്. അപ്പോ ഈ വരയ്ക്കുന്ന സർക്കിൾ എന്തായിരിക്കും? അത് ഡയമീറ്റർ ബേസ് ചെയ്തിട്ടായിരിക്കും രണ്ടാമത്തെ സർക്കിള് നമ്മൾ വരയ്ക്കുന്നത്. സോ നമുക്ക് ഡയമെൻഷൻ ഏതാണ് തന്നിരിക്കുന്നത് നമുക്ക് ആദ്യം അറിയണം. ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഡയമീറ്റർ ആണോ അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ല റേഡിയസ് ആണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, നമുക്ക് ആദ്യം അറിയാം. എങ്കിൽ മാത്രമേ നമ്മൾ ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിനുശേഷം 2 പോയിന്റ് സർക്കിൾ ഉണ്ട്, 3 പോയിന്റ് ഉണ്ട്, ടാൻ റേഡിയസ് സർക്കിൾ ഉണ്ട്, ടാൻ സർക്കിൾ ഉണ്ട്. സോ ഇതെന്താണ് സംഭവം വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, 2 പോയിന്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ജസ്റ്റ് ഒരു ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു 2 പോയിന്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന ഒരു സർക്കിൾ. മൂന്നാമത്തെ എന്താണ്? നാലാമത്തെ എന്താണ്? ഒരു 3 പോയിന്റ് സർക്കിൾ. ഒരു 3 പോയിന്റ് യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഒരു സർക്കിൾ. അത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ടാൻ റേഡിയസ്. അപ്പൊ എന്താ? 2 ടാൻജൻഷ്യൽ ആയിട്ട് പ്ലസ് ഒരു സ്പെസിഫൈ ആയിട്ട് ഒരു റേഡിയസും കൂടെ നമ്മൾ കൊടുക്കണം. അപ്പൊ അതാണ് ടാൻ റേഡിയസ്. ഞാൻ ഒന്നും കൂടെ വരച്ച് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഒരു ടാൻജൻഷ്യൽ എടുത്തു, ഇവിടെ എടുത്തു, രണ്ടാമതൊരു ടാൻജൻഷ്യൽ എടുത്തു. അതിനുശേഷം ഞാൻ ഒരു ആംഗിൾ കൊടുക്കണം. ടാൻ റേഡിയസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പൊ നമ്മൾ ഒരു റേഡിയസ് കൊടുക്കണം. അപ്പൊ ഞാൻ ഒരു 100 എന്ന റേഡിയസ് താഴെ ടൈപ്പ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പൊ എന്തായി? ഇതൊരു 100 റേഡിയസിലുള്ള ഒരു സർക്കിളായി മാറി. മനസ്സിലായോ? ഇതാണ് ടാൻ റേഡിയസ് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടാൻ 3 ടാൻജൻഷ്യൽ ലൈനും കണക്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അതാണ് ടാൻ സർക്കിൾ. അപ്പൊ നമുക്കൊന്ന് 3 ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുന്നു. അപ്പൊ എന്തായി? 3 ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ വെറും 3 ലൈനകത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് സർക്കിൾ നിൽക്കുന്നുണ്ട് അല്ലെ. സോ അതാണ് ടാൻ റേഡിയസ്, ടാൻ സർക്കിൾ. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കാണ്. ആർക്ക് വേറെ ഒന്നുമല്ല, ജസ്റ്റ് പിന്നെ ഒരു 3 പോയിന്റ് ആർക്കാണ് ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം സ്റ്റാർട്ട്, സെന്റേർഡ്, എൻഡ് ആർക്കുണ്ട്. നമ്മൾ ഈ ഓരോരോ ടൂളിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേഴ്സർ അതിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ പോപ്പപ്പ് ആവും എങ്ങനെയാണ് ഈ ടൂൾസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. സ്റ്റാർട്ട്, സെന്റർ, എൻഡ്, സ്റ്റാർട്ട്, സെന്റർ, ആംഗിൾ, സ്റ്റാർട്ട്, സെന്റർ, ലെങ്ത്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി പോകുന്നില്ല. അപ്പോൾ ഈ ടൂൾസ് എല്ലാം നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോ ടൂളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് 3 പോയിന്റ് യൂസ് ചെയ്യും, സ്റ്റാർട്ട് സെന്റർ എൻഡ് യൂസ് ചെയ്യും, സ്റ്റാർട്ട് സെന്റർ ആംഗിൾ യൂസ് ചെയ്യും, സ്റ്റാർട്ട് സെന്റർ ലെങ്ത്തും. ഈ ഒരു 3 നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത്. ഓക്കെ, ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾക്ക്, നമ്മുടെ ഈ ഓട്ടോകാഡിനകത്ത് ഒരു 2 ടൈപ്പ് ഓഫ് സെലക്ഷൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനത് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആർക്ക് എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വലിച്ച് എങ്ങോട്ടെങ്കിലും ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ എനിക്കിപ്പോ ഈ ഒരു സർക്കിൾ മൂവ് ചെയ്യണം. അപ്പൊ ഞാൻ സർക്കിൾ സെലക്ട് ചെയ്യും, അത് ഹൈലൈറ്റ് ആവും. അപ്പൊ എനിക്ക് എങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാം അല്ലേ. പക്ഷെ ഇതിപ്പോ ഒരു റെക്ടാംഗിൾ ആണെങ്കിലോ, നമ്മൾ ലൈൻ ടൂൾ യൂസ് ചെയ്ത് വരച്ച റെക്ടാംഗിൾ ആണെങ്കിലോ എനിക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തോ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലൈൻ മാത്രമേ മൂവ് ആവത്തുള്ളൂ. സോ എനിക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു ലൈനോ ഇല്ലെങ്കിൽ ഒരു സർക്കിളോ അങ്ങനെ മൂവ് ആവാണ്. അതിന് പകരം ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാ പാർട്ടും ഒരുമിച്ച് എനിക്ക് മൂവ് ആവാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആദ്യം ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് സെലക്ഷൻ ആണ് വരുന്നത്. ഒന്ന് സോളിഡ് വിൻഡോയും
ഇനി ഒന്ന് ക്രോസ് വിൻഡോയും. അപ്പൊ അത് രണ്ടും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ സോളിഡ് വിൻഡോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും. അതിനുശേഷം റൈറ്റ് സൈഡിലാക്കി നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഈ കിട്ടുന്നതാണ് നമ്മുടെ സോളിഡ് വിൻഡോ. അതെന്താ വെച്ചാൽ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലൂ ഷീറ്റ് ഒരു ഹൈലൈറ്റ് ആയി കഴിയുന്ന ഈ കളറ്, ഇതിനകത്ത് എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടോ അതെല്ലാം ഇത് സെലക്ട് ചെയ്യും. എന്റർ അടിച്ചു, എന്തായി? അത് മൊത്തം സെലക്ട് ആയി അല്ലേ? അപ്പൊ ഞാനൊന്ന് മൂവ് ചെയ്തപ്പോ എന്തായി? ആ എന്റെ സെലക്ഷനകത്തുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് അങ്ങ് മൂവ് ആവും. അപ്പൊ ഇത് ഞാൻ സെലക്ട് ചെയ്തില്ല, അത് കാരണം ഈ ആർക്ക് മൂവ് ആയില്ല. അത് മനസ്സിലായി. ഇനിയിപ്പോ രണ്ടാമത്തെ സെലക്ഷൻ ഉണ്ട്, അതും സെയിം എവിടെയെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പോയിന്റിൽ വെക്കുക, ലെഫ്റ്റ് ക്ലിക്ക് അടിക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിൽ എടുത്ത ബ്ലൂ കളറും ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പച്ച കളറാവും. അപ്പൊ അതെന്താണ്? ഇതാണ് നമ്മുടെ ക്രോസിംഗ് വിൻഡോ. സോ ഇതെന്തായിരിക്കും? ഇതും അതേപോലെ സെലക്ട് ചെയ്തു, ഞാൻ മൂവ് ചെയ്തപ്പോ എന്തായി? അത് മൂവ് ആയി. അപ്പൊ രണ്ടിനുള്ള ഡിഫറൻസ് എന്താ പറഞ്ഞാൽ, നമ്മള് ആദ്യം തന്നെ ചെയ്തെന്തായിരുന്നു? ഒരു സോളിഡ് വിൻഡോ. അപ്പൊ ഈ സോളിഡ് ഒബ്ജക്റ്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇല്ലെങ്കിൽ ഒരു ഡ്രോയിങ് മാത്രമായിരിക്കും ഇത് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ആ സർക്കിളിന്റെ ഫുള്ളായിട്ട് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ അത് അതിനകത്ത് കയറി. അപ്പൊ സെലക്ട് ചെയ്യാത്തപ്പോ എന്തായി? അത് സെലക്ട് ആയിട്ടില്ല ആ സർക്കിൾ. എന്നിട്ട് ഞാൻ ഒരു ക്ലിക്ക് ചെയ്തപ്പോ എന്തായി? ആ സർക്കിൾ ഒഴിച്ച് ബാക്കിയെല്ലാം ആ സോളിഡ് ഒബ്ജക്റ്റിനകത്ത് സോളിഡ് സെലക്ഷനകത്തുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ് മാത്രമാണ് സെലക്ട് ആയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതേ വീണ്ടും ഇവിടുന്ന് ഞാൻ ക്രോസ് സെലക്ഷൻ ഒന്ന് എടുത്ത് ഞാൻ ഒന്ന് വരച്ചു നോക്കുകയാണ്. ജസ്റ്റ് ഞാൻ സർക്കിൾ തൊട്ടിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും അത് സെലക്ട് ആയി. ഇനി ഞാൻ വീണ്ടും ഒരു ലൈൻ സെലക്ട് ചെയ്തു. ഇപ്പൊ അതുമായിട്ടുള്ള ആ ട്രയാങ്കിളിലെ ആ റെക്ടാങ്കിളിലെ ഞാൻ വീണ്ടും ക്രോസിംഗ് വിൻഡോ ഒന്ന് എടുക്കുന്നു വരച്ചു. അപ്പൊ ക്രോസിംഗ് വിൻഡോ എടുത്ത് ഞാൻ എന്ത് ചെയ്തു? സർക്കിളിന്റെ പകുതി വരെ കൊണ്ടുപോയി. അപ്പൊ എന്തായി? മൊത്തം സെലക്ട് ആയി അല്ലെ? അതിനുശേഷം ഞാൻ ഈ ഒരു സർക്കിളും കൂടെ ടച്ച് ചെയ്തപ്പോ തന്നെ അത് സെലക്ട് ചെയ്യും. സോ ക്രോസിംഗ് വിൻഡോ യൂസ് ചെയ്ത് ഏതൊക്കെ ഡ്രോയിങ് ആണോ നമ്മൾ ആ ഡ്രോയിങ് ടച്ച് ചെയ്യുന്നത് ആ എൻ്റയർ ഒബ്ജക്റ്റ് വന്നിട്ട് നമുക്ക് സെലക്ട് ആവും. പക്ഷെ സോളിഡ് വിൻഡോ ആകുമ്പോൾ ആ സെലക്ഷൻ വിൻഡോനകത്തുള്ള ഒബ്ജക്റ്റുകൾ മാത്രമാണ് സെലക്ട് ചെയ്യുക. ഇതാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇത് നമുക്ക് കുറെ ഇടത്ത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ പഠിച്ചത്. പിന്നെ പഠിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മൗസിന്റെ ഒരു യൂസേജ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളെല്ലാവരും ഒരു 3 പോയിന്റ് മൗസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 2 ക്ലിക്കുകൾ വരുന്നുണ്ട്, അതിനൊപ്പം സെൻട്രൽ ഒരു വീലും വരുന്നുണ്ട് അല്ലെ? അപ്പോൾ ഈ സൂമിനും സൂം ഔട്ടും നമ്മുടെ ഈ വീൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഞാൻ ഫോർവേഡ് ചെയ്യുമ്പോൾ സൂമിനും റിവേഴ്സ് ചെയ്യുമ്പോൾ സൂം ഔട്ടും. അതേപോലെ തന്നെ ഇതിനകത്ത് പാൻ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ വീൽ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നാവിഗേഷന്റെ ഒരു ടൂൾസ് എല്ലാം കാണാം. ഇത് സെലക്ട് ചെയ്തും നിങ്ങൾക്ക് മൂവ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഓക്കെ, സോ പാനും സൂമിനും സൂം ഔട്ടും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ പഠിച്ചു. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രോയിങ്ങുകൾ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ റൂമിനാവും. നമ്മൾ ചിലപ്പോൾ വർക്കുകളെല്ലാം ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വേറൊരു സ്പേസിലൊക്കെ ആക്കി എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് സാധനം പോയി പോകും. അപ്പൊ നമുക്ക് എന്താവും? നമ്മൾ എവിടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഡ്രോയിങ് നമ്മൾ ഇതൊന്നും തപ്പേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനുകളിൽ നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് കീ ഞാൻ പറഞ്ഞായിരുന്നു. ജസ്റ്റ് Ctrl Z അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇത് ഫിറ്റ് ആയി നിൽക്കും. എന്നു വെച്ചാൽ നമ്മൾ വരച്ചിരിക്കുന്ന ഡ്രോയിങ്ങുകളെല്ലാം നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ ഫിറ്റ് ആയി നിൽക്കും. അതേപോലെ തന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് സൂം ഔട്ടായി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൂം ഔട്ടായി പോയി. ഇപ്പൊ ഞാൻ വരച്ച ഡ്രോയിങ്ങുകളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ? എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് Ctrl Z അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് കിട്ടും. ഇതൊരു ചെറിയൊരു ഷോർട്ട് കട്ട് ആണ്, അതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഇന്നത്തെ വീഡിയോകളിൽ നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് ബാക്കിയുള്ള മോഡിഫൈ കമന്റ്സിനെ കുറിച്ചും പിന്നെ നമുക്ക് ഇവിടെ ആർക്ക് കഴിഞ്ഞിട്ട് ഇനി 2-3 സാധനങ്ങളും കൂടി ഉണ്ട്. നമുക്ക് റെക്ടാങ്കിൾ ഉണ്ട്, സെന്റർ ഉണ്ട്, പിന്നെ ഹാച്ചിങ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കിയേക്കാം. അതിനുശേഷം നമുക്ക് മോഡിഫൈ കമന്റ് യൂസ് ചെയ്ത് ടൂൾസുകളെല്ലാം പരിചയപ്പെടാം. ഓക്കെ അല്ലേ? സോ
ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, അതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വളരെയധികം നന്ദി.